ഇതുപോലെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. ഒരു മുറി സവാള ചേർത്ത് കൊടുക്കാം. വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം കൂടി ചേർത്ത് നന്നായി വെജിറ്റബിൾസ് നമുക്ക് ഏതെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം. തക്കാളിയ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വയ്ക്കാം. ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 3/4 ഗ്ലാസ് റവയാണ് എടുത്തത്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം. അപ്പോൾ എന്നിട്ട് നമുക്കിതിങ്ങനെ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഓഫ് ചെയ്ത് കാണിക്കണം. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ച് അടച്ചു വെക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കടല ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരല്പം നാരങ്ങ നേരോടെ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമുക്ക് റവ ഉപ്പുമാവ് തയ്യാറാക്കാം. ടേസ്റ്റുള്ള ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്.